നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെനിസ്വേലയിലെ കാരക്കാസിൽ അതിഭീകരമായ ആക്രമണമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. ആകാശത്ത് നിന്ന് തീമഴ പെയ്യിച്ചു. ആകാശം പൊട്ടി വീഴുന്നത് പോലെയാണ് തങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്ന് കാരക്കാസ് നിവാസികൾ. വെനിസ്വേലയുടെ സൈനിക താവളങ്ങൾ തകർത്തുകൊണ്ടാണ് അതിശക്തമായ അമേരിക്കൻ ആക്രമണം. ആദ്യഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് മഡൂറോ അനുയായികളോട് തെരുവിലേക്കിറങ്ങാൻ ആവശ്യപ്പെട്ടു. വെനിസ്വേലയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ശനിയാഴ്ച പുലർച്ചെ അമേരിക്ക അതിശക്ത ആക്രമണങ്ങൾ തുടങ്ങി. സിവിലിയൻ സൈനിക കേന്ദ്രങ്ങൾ മുഖ്യമായി ലക്ഷ്യമിട്ടു. അമേരിക്ക നടത്തിയ ആക്രമണത്തെ വെനിസ്വേലിയൻ സർക്കാർ ശക്തമായി അപലപിച്ചു. തന്റെ അനുയായികളോട് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ പ്രസിഡന്റ് മഡൂറോ ആഹ്വാനം ചെയ്തു. പ്രാദേശിക സമയം ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ കാരിക്കാസിൽ 7ഓളം സ്ഫോടന ശബ്ദങ്ങൾ. തുടർന്ന് വിമാനങ്ങളുടെ അതിശക്ത ഇരമ്പൽ. നഗരത്തിലെ സൈനിക താവളങ്ങളിൽ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ജനങ്ങൾ തെരുവിലേക്കോടി. നിരവധി ഉഗ്ര തുടർ സ്ഫോടനങ്ങൾ. അതിശക്തമായ ആക്രമണമാണ് വെനിസ്വേലയ്ക്ക് നേരെ അമേരിക്ക നടത്തിയത്. സ്ഫോടനങ്ങളുടെ പരമ്പര, താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളുടെ ഇരമ്പൽ. കാരക്കാസ് നിവാസികൾ ഭയന്ന് പുലർച്ചെ വീട് വിട്ടിറങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ ഫ്ലോറിഡയിൽ നിന്ന് അസാധാരണമായ ഒരു അവകാശവാദം. അമേരിക്കൻ സൈന്യം വെനിസ്വേലയിൽ വലിയ വിജയം കൈവരിച്ചിരിക്കുന്നു. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയെന്നും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും പിടികൂടി ആ രാജ്യത്ത് നിന്ന് കടത്തിയെന്നും അമേരിക്കയുടെ പ്രഖ്യാപനം. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രസിഡന്റ് എന്ന് കഴിഞ്ഞ കുറേ കാലമായി അമേരിക്ക മുദ്രകുത്തിയ വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടി ആ രാജ്യത്ത് നിന്ന് കടത്തി എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു. വെനിസ്വേലയ്ക്കെതിരെ ഇപ്പോൾ ആക്രമണം നടത്താൻ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് 3 കാരണങ്ങളാണ്. കുടിയേറ്റം, മയക്കുമരുന്ന് ഭീകരത. യുഎസിന്റെ ദക്ഷിണാതിർത്തിയിലെ ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരുടെ വരവുമായി വെനിസ്വേലയെ ട്രംപ് ആവർത്തിച്ച് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 2013 മുതൽ ഏകദേശം 8 ദശലക്ഷം വെനിസ്വേലക്കാർ സാമ്പത്തിക തകർച്ചയും രാഷ്ട്രീയ അടിച്ചമർത്തലും മൂലം പലായനം ചെയ്യേണ്ടി വന്നു. അവരിൽ ഭൂരിഭാഗവും ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി. യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാതെ മഡൂറോ തന്റെ ജയിലുകളിലും പ്രാന്താശുപത്രികളിലുമുള്ളവരെ ഒഴിപ്പിച്ചു. തടവുകാരെ അമേരിക്കയിലേക്ക് കുടിയേറാൻ അയാൾ നിർബന്ധിച്ചു. വെനിസ്വേലയ്ക്കെതിരെ ഇപ്പോൾ ട്രംപ് ആക്രമണം നടത്താൻ ഏറ്റവും ശക്തമായ കാരണം കൊക്കൈൻ്റെ പ്രധാന ഗതാഗത മാർഗം എന്ന നിലയിൽ US ഫ്രന്റനയിൽ പ്രതിസന്ധിക്ക് കാരണമാകുന്ന ഒരു രാജ്യമാണ് വെനിസ്വേല എന്ന് ട്രംപ് ആവർത്തിച്ച് കുറ്റപ്പെടുത്തിയിരുന്നു. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയോട് സ്ഥാനം രാജിവെക്കാൻ നിരവധി തവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനു മുൻപ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വെനിസ്വേലയിലെ 2 ക്രിമിനൽ സംഘങ്ങളാണ് ട്രെൻഡി അരഗ്വ, കാർട്ടൽ ഡി ലോസ് സോൾസ്. ഇവയെ വിദേശ ഭീകര സംഘടനകളായി അമേരിക്ക പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ ഭീകര സംഘടനയെ മഡൂറോ തന്നെ നയിക്കുന്നു എന്നതാണ് അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ. വെനിസ്വേലയിൽ ഒരു ഭരണമാറ്റം ഉറപ്പിക്കുന്നതിനായി ട്രംപ് പയറ്റുന്നത് മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധം എന്ന നിലയിൽ ചില വിമർശനങ്ങളും ഉയരുന്നു. ട്രംപ് തന്നെ പിന്നീട് വെനിസ്വേലയ്ക്ക് നേരെ തങ്ങൾ എന്ത് ആക്രമണമാണ് നടത്തിയത് എന്ന് വിശദീകരിച്ചു. ഹ്രസ്വവും അതിതീവ്രവുമായ ഒരു ഓപ്പറേഷൻ നടത്തി. മഡൂറോയെയും ഭാര്യയും പിടികൂടി വെനിസ്വേലയിൽ നിന്ന് പുറത്താക്കി. US നിയമപാലകരാണ് ഈ നടപടിക്രമങ്ങളിൽ ഉൾപ്പെട്ടത്. കാരക്കാസിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആദ്യം തുടങ്ങിയ ആക്രമണം. ശക്തമായ സ്ഫോടനങ്ങളാണ് അവിടെ നടന്നത്. സൈനിക സ്ഥാപനങ്ങൾക്ക് ചുറ്റുമുള്ള വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു. അവിടെ സൈനിക താവളങ്ങളിൽ പാർക്ക് ചെയ്ത് കിടന്നിരുന്ന വിമാനങ്ങളുടെ മുകളിൽ അമേരിക്കൻ പോർവിമാനങ്ങൾ പറന്നെത്തി. കരീബിയൻ പ്രദേശത്തെ USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ വലിയൊരു US നാവിക വ്യോമ സാന്നിധ്യം പ്രകടമായിരുന്നു. എണ്ണ ഉപരോധത്തിന്റെ ഭാഗമായി കടലിൽ വെച്ച് US സേന 2 എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുത്തു. മയക്കുമരുന്ന് കടത്താരോപിച്ച് ചെറിയ ബോട്ടുകൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ 100-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. മയക്കുമരുന്ന് ബോട്ടുകൾക്കായി ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു ഡോക്കിംഗ് ഏരിയ പൂർണ്ണമായി അമേരിക്ക ബോംബിട്ട് തകർത്തു. വെനിസ്വേലയിലുള്ള മയക്കുമരുന്ന് കാർട്ടലുകളുമായി തങ്ങൾ സായുധ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ ഒരു കാർട്ടൽ നേതാവെന്ന നിലയിൽ തന്നെ വിശേഷിപ്പിക്കരുത് എന്ന് മഡൂറോ നേരത്തെ തന്നെ ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു. വെനിസ്വേലയുടെ എണ്ണയിലേക്ക് പ്രവേശനം കണ്ണുനട്ടാണ് ട്രംപും അമേരിക്കയും വെനിസ്വേലയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മഡൂറോ മുൻപ് വിശദീകരിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച മയക്കുമരുന്ന് കടത്തും കുടിയേറ്റവും തടയുന്നതിനുള്ള സഹകരണങ്ങൾ മഡൂറോ ട്രംപിന് മുന്നിൽ വാഗ്ദാനം ചെയ്തു.
എന്നാൽ കാലങ്ങളായി മഡുറോയെ കുറ്റപ്പെടുത്തിയിരുന്ന ട്രംപ് ശക്തമായ ആക്രമണത്തിലൂടെ മഡുറോ എന്ന അധ്യായം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയും അദ്ദേഹത്തിന്റെ സർക്കാരിലെ മുതിർന്ന വ്യക്തികളും നയിക്കുന്ന ഒരു മയക്കുമരുന്ന് കാർട്ടലാണ് കാർട്ടൽ ഡി ലോസ് സോൾസ്. ഇതിനെ ഒരു വിദേശ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചു. വിദേശ ഭീകര സംഘടനയായി കാർട്ടൽ ഡി സോൾസിനെ പ്രഖ്യാപിച്ചതോടെ US നിയമനിർവ്വഹണ ഏജൻസികൾക്കും സൈനിക ഏജൻസികൾക്കും ഈ സംവിധാനത്തെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്താൻ കഴിയും. ഈ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന് ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു. മഡുറോയുടെ സർക്കാർ അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ അധികാരത്തിലെത്തിയതാണ്. അമേരിക്ക സമീപ മാസങ്ങളിൽ മഡുറോയ്ക്കുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി. എന്നാൽ കാർട്ടൽ ഡി ലോസ് സോൾസ് എന്ന ഒരു മയക്കുമരുന്ന് കാർട്ടൽ യഥാർത്ഥത്തിൽ വെനിൻസുലയിൽ നിലവിലില്ല എന്ന വാദമാണ് മഡുറോ ഉയർത്തിയത്. വെനിൻസുലയുടെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുടെ ഈ കുറ്റപ്പെടുത്തൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. വ്യക്തമായും ഉറപ്പായും പൂർണ്ണമായും ഞങ്ങൾ ഇത്തരമൊരു കുറ്റപ്പെടുത്തൽ നിഷേധിക്കുകയാണ്. ഇത് വളരെ പരിഹാസ്യമായ ആരോപണമെന്നാണ് വെനിൻസുല അമേരിക്കൻ കുറ്റപ്പെടുത്തലിനെ പരിഹസിച്ചത്. തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ ലക്ഷ്യം വയ്ക്കാൻ അമേരിക്ക മുൻപും ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയിരുന്നുവെന്ന് മഡുറോ പറഞ്ഞിരുന്നു. ആരെങ്കിലും അമേരിക്കയെ ശല്യപ്പെടുത്തുമ്പോൾ അവരെ കാർട്ടൽ ഡി ലോസ് സോൾസിന്റെ തലവനായി നാമകരണം ചെയ്യും. വെനിൻസുലയുടെ അയൽ രാജ്യമായ കൊളംബിയയുടെ ഇടതുപക്ഷ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയും ഈ കാർട്ടലിന്റെ സാന്നിധ്യം പൂർണ്ണമായി നിഷേധിച്ചിരുന്നു. തങ്ങളെ അനുസരിക്കാത്ത സർക്കാരുകളെ താഴെയിറക്കാൻ അമേരിക്ക മെനഞ്ഞെടുക്കുന്ന കഥകളാണിതൊക്കെ എന്നതാണ് കൊളംബിയയുടെ നിലപാട്. എന്നാൽ കാർട്ടൽ ഡി ലോസ് സോൾസ് എന്ന മയക്കുമരുന്ന് കള്ളക്കടത്ത് കാർട്ടൽ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, അത് വെനിൻസുലയുടെ സൈന്യ, ഇന്റലിജൻസ്, നിയമനിർമ്മാണ സഭ, ജുഡീഷ്യറി എന്നിവയെ പൂർണ്ണമായും ഗ്രസിച്ചിരിക്കുന്നുവെന്ന് അമേരിക്ക വ്യക്തമാക്കി. 1990കളുടെ തുടക്കത്തിലാണ് ഈ കാർട്ടലിനെ കുറിച്ചുള്ള കഥകൾ ആദ്യം ലോകമറിയുന്നത്. വെനിൻസുലയിലെ നാഷണൽ ഗാർഡിലെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള ഒരു ജനറലിനെതിരെ മയക്കുമരുന്ന് കടത്ത് ആരോപണങ്ങൾ വരുന്നു. ഇതിനെ തുടർന്ന് വെനിൻസുലൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരമൊരു കാർട്ടലിനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കൈൻ ഉൽപ്പാദക അയൽ രാജ്യമാണ് കൊളംബിയ. കൊളംബിയയിൽ നിരവധി സംഭവ വികാസങ്ങൾ 1980കളുടെ ഒടുവിൽ സംഭവിച്ചു. 90കളുടെ തുടക്കത്തിൽ കൊളംബിയയിൽ മയക്കുമരുന്ന് കാർട്ടലുകൾക്കെതിരെ ശക്തമായ ചില നീക്കങ്ങൾ. അന്ന് കൊളംബിയൻ നഗരങ്ങളിൽ അതിശക്തമായി വേരോട്ടമുണ്ടായിരുന്ന മെഡലിൻ കാർട്ടൽ പൊളിച്ചു മാറ്റപ്പെട്ടു. രാജ്യത്തൊരു പ്രധാന മയക്കുമരുന്ന് വിരുദ്ധ ആക്രമണം ഏറെ ഫലം കണ്ടു തുടങ്ങിയ നാളുകൾ. കൊളംബിയൻ കള്ളക്കടത്ത് സംവിധാനങ്ങൾ പൂർണ്ണമായി സമ്മർദ്ദത്തിലാഴ്ന്നപ്പോൾ കൊളംബിയയിൽ നിന്ന് കൊക്കൈൻ കൊണ്ടുപോകുന്നതിന് കാർട്ടൽ ഡി ലോസ് സോൾസ് ബദൽ മാർഗങ്ങൾ അവലംബിച്ചു. അങ്ങനെയാണ് വെനിൻസുലൻ മണ്ണ് ഈ കാർട്ടലിന്റെ പിടിയിലമർന്നത്. 1999 മുതൽ 2013 താൻ മരിക്കുന്നതുവരെ വെനിൻസുലയെ നയിച്ച ഇടതുപക്ഷ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസ് എന്ന പ്രസിഡന്റിന്റെ കീഴിൽ ഈ മയക്കുമരുന്ന് കാർട്ടൽ പ്രവർത്തനം തുടർന്നുവെന്നാണ് അമേരിക്കയുടെ ആരോപണം. അമേരിക്കയെ വെല്ലുവിളിക്കാനും വെനിൻസുലൻ സൈന്യത്തിനും US-നുമിടയിലുള്ള എല്ലാ സൈനിക സഹകരണങ്ങൾ വിച്ഛേദിക്കാനും ഷാവേസ് ആഹ്വാനം ചെയ്തു. ഷാവേസിന്റെ പിൻഗാമിയായി അധികാരത്തിലെത്തി മഡുറോ. കൊളംബിയയിലെ ഇടതുപക്ഷ ഫാർക്ക് ഗറില്ലകളോടുള്ള ഷാവേസിന്റെ അനുകമ്പ പലപ്പോഴും കൊക്കൈൻ കള്ളക്കടത്ത് വഴി പ്രധാനമായും പണം കണ്ടെത്തുന്നതിൽ ചെന്നെത്തി. ചുരുക്കത്തിൽ വെനിൻസുലയിൽ നിന്ന് 100 കണക്കിന് ടൺ കൊക്കൈൻ US-ലേക്ക് ഒഴുകാൻ തുടങ്ങി ആ നാളുകളിലെന്ന് ട്രംപ് ആരോപണമുന്നയിച്ചു. യാതൊരുവിധ ഔപചാരിക ഘടനകളുമില്ലാതെ ഒരു രാജ്യത്തെ ഭരണത്തലവന്മാർ തന്നെ നേതൃത്വം കൊടുക്കുന്ന മയക്കുമരുന്ന് കള്ളക്കടത്ത് കാർട്ടൽ. പിന്നീട് ഷാവേസിന്റെ പിൻഗാമിയായി അധികാരത്തിലെത്തിയ നിക്കോളാസ് മഡുറോ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ ഈ കാർട്ടലിന്റെ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തി. സുരക്ഷാ സേനയ്ക്ക് മാന്യമായി ശമ്പളം കൊടുക്കാൻ കഴിയാതിരുന്ന മഡുറോ ഭരണകൂടം തങ്ങളുടെ വിശ്വസ്തരെ നിലനിർത്താൻ മയക്കുമരുന്ന് കടത്തുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൽപ്പിച്ചു കൊടുത്തു. വെനിൻസുലയുടെ പ്രധാന പ്രവേശന എക്സിറ്റ് പോയിന്റുകളായ വിമാനത്താവളങ്ങൾ നിയന്ത്രിക്കുന്ന മധ്യ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അങ്ങനെ കാർട്ടൽ ഡി ലോസ് സോൾസിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളായി. ചുരുക്കത്തിൽ കാർട്ടൽ ഡി ലോസ് സോൾസിന്റെ സ്വാധീനം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് വ്യാപിച്ചു.
മഡുറോ നേതൃത്വം കൊടുത്തു എന്ന് അമേരിക്ക പറയുമ്പോൾ സത്യം ഇതിനിടയിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നുവെന്ന് BBC ഒരു റിപ്പോർട്ടിൽ അവതരിപ്പിച്ചിരുന്നു. 2020 മഡുറോയും മറ്റ് 14 സായുധ കൊളംബിയൻ ഗ്രൂപ്പുകളുമായി ചേർന്ന് അമേരിക്കയിലേക്ക് വലിയ തോതിൽ കൊക്കെയിൻ കയറ്റി അയച്ചുവെന്ന് US നീതിന്യായ വകുപ്പ് ആരോപിക്കുന്നു. ഈ വർഷം ആദ്യം മഡുറോയുമായി ചില വിയോജിപ്പുകൾ ഉണ്ടായതിനെ തുടർന്ന് വെനിസ്വേലയിൽ നിന്ന് പലായനം ചെയ്ത മുൻ വെനിസ്വേലൻ ചാരൻ കാർവാജൽ മയക്കുമരുന്ന് കടത്ത്, മയക്കുമരുന്ന് ഭീകരത എന്നീ കുറ്റങ്ങൾക്ക് US കോടതിയിൽ തന്റെ കുറ്റം സമ്മതിച്ചു. അയാൾ മഡുറോയുടെ ഇടപാടുകൾ തുറന്ന് US കോടതിയിൽ പറഞ്ഞു. മഡുറോയും ആഭ്യന്തരമന്ത്രി കാബെല്ലോയും വെനിസ്വേലയിൽ തന്നെ അധികാരത്തിൽ തുടർന്നു. അവരെ പിടികൂടാൻ വലിയ വാഗ്ദാനങ്ങൾ അമേരിക്ക ലോകത്തിനു മുന്നിൽ വെച്ചു. അവരെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് വലിയ പ്രതിഫലം. ഇതിനിടയിൽ വെനിസ്വേലയിൽ നിന്ന് കള്ളക്കടത്ത് നടത്തി എന്നാരോപിച്ച് നിരവധി കപ്പലുകൾ അമേരിക്ക ആക്രമിച്ച് തകർക്കുന്നു. മഡുറോയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതുവരെ ആക്രമണങ്ങൾ തുടരുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഒടുവിൽ അമേരിക്കൻ സൈന്യത്തോട് വലിയ തോതിലുള്ള ആക്രമണം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആഹ്വാനം. മുഴുവൻ ഭൂമിയും കുലുങ്ങി, ഇത് ഭയങ്കരമാണ്. ദൂരെ നിന്ന് സ്ഫോടനങ്ങളുടെയും വിമാനങ്ങളുടെയും ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടു. കാരക്കാസ് നിവാസികൾ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് ഇങ്ങനെ: ആക്രമണത്തിന് തുടക്കത്തിൽ മഡുറോയുടെ ഒരു ആഹ്വാനം, ജനങ്ങൾ തെരുവിലിറങ്ങൂ. രാജ്യത്തെ എല്ലാ സാമൂഹിക രാഷ്ട്രീയ ശക്തികളോടും ബൊളീവേറിയൻ സർക്കാർ ഈ സാമ്രാജ്യത്വ ആക്രമണത്തെ എതിർക്കാൻ സമാഹരണ പദ്ധതികൾ സജീവമാക്കാൻ ആഹ്വാനം ചെയ്യുന്നുവെന്നാണ് സർക്കാരിന്റെ പ്രസ്താവന. എല്ലാ ദേശീയ പ്രതിരോധ പദ്ധതികളും ഉടൻ നടപ്പിലാക്കാൻ മഡുറോ ആഹ്വാനം ചെയ്തു. എന്നാൽ എല്ലാം നിർജീവമായി നിൽക്കുന്ന കാഴ്ചയാണ് വെനിസ്വേലിയൻ ജനങ്ങൾ കണ്ടത്. കഴിഞ്ഞ 3 മാസമായി കരീബിയൻ, അറ്റ്ലാന്റിക് എന്നിവിടങ്ങളിൽ US സൈന്യം ലക്ഷ്യമിട്ട് വരുന്ന മയക്കുമരുന്ന് കപ്പലുകളുടെ ആസ്ഥാനമെന്ന് അധികൃതർ വിശ്വസിക്കുന്ന തുറമുഖ ഡൂക്കിൽ അതിശക്തമായ ആക്രമണം. ഒരു കാർട്ടൽ നേതാവല്ലാത്താൻ എന്ന് പലവട്ടം മഡുറോ ശക്തമായി തനിക്കെതിരെയുള്ള ആരോപണം നിഷേധിച്ചിരുന്നു. തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാനും വെനിസ്വേലയുടെ വിശാലമായ എണ്ണശേഖരം കൈക്കലാക്കാനും അമേരിക്കയുടെ തന്ത്രമാണ് മയക്കുമരുന്നിനെതിരായ യുദ്ധമെന്ന് മഡുറോ പറഞ്ഞിരുന്നു. ഇടതുപക്ഷ പ്രസിഡന്റായിരുന്ന ഷാവേസിന്റെയും അദ്ദേഹത്തിന്റെ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് വെനിസ്വേലയുടെയും നേതൃത്വത്തിലാണ് നിക്കോളാസ് മഡുറോ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. 2013 ഷാവേസിന്റെ പിൻഗാമിയായി മഡുറോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ശേഖരിച്ച വോട്ടെടുപ്പ് കണക്കുകൾ പ്രകാരം അവരുടെ സ്ഥാനാർത്ഥി എഡ്മുണ്ടോ ഗോൺഡാലസ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചുവെന്നവർ വിശ്വസിക്കുന്നു. എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മഡുറോയെ വിജയിയായി പ്രഖ്യാപിച്ചു. ഇതിനെ ട്രംപ് ചോദ്യം ചെയ്തിരുന്നു. മഡുറോയും ഭാര്യ പ്രഥമ വനിത സിലിയ ഫ്ലോറസും എവിടെയെന്ന കാര്യത്തിൽ തങ്ങൾക്കറിയില്ല എന്നാണ് ഇപ്പോൾ വെനിസ്വേലിയൻ സർക്കാർ പറയുന്നത്. സ്ഫോടനങ്ങളുടെയും ഹെലികോപ്റ്ററുകൾ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായങ്ങളെക്കുറിച്ചോ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. മഡുറോയെ പിടികൂടിയതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നില്ല. മഡുറോയെ എങ്ങനെ കസ്റ്റഡിയിലെടുത്തു എന്നതിനെക്കുറിച്ചും വിശദമായ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടില്ല അമേരിക്ക. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ചും ധാരണയില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിലെ തന്റെ മാർ എ ലാഗോ വസതിയിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. ഓപ്പറേഷനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം ഇനി വെളിപ്പെടുത്തുമെന്നാണ് അമേരിക്കൻ മാധ്യമപ്രവർത്തകർ കരുതുന്നതും. മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസിൽ മഡുറോ വ്യക്തിപരമായി പങ്കാളിയെന്ന് ട്രംപ് ഉറപ്പിച്ചു പറയുന്നു. നിയമവിരുദ്ധ നേതാവാണ് വെനിസ്വേലിയൻ പ്രസിഡന്റായിരുന്ന മഡുറോ. അതിശക്തമായ ആക്രമണത്തിലൂടെ തന്റെ ശത്രുവിനെ നിഷ്പ്രഭനാക്കുക മാത്രമല്ല, വെനിസ്വേലിയൻ മണ്ണിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.